വിദ്യാർത്ഥികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ആനുവൽ എക്സാം, അതായത് വാർഷിക പരീക്ഷ 4ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊരു പാറ്റേൺ മാത്രമാണ് കേട്ടോ. അപ്പോൾ മക്കൾ, നമുക്ക് വീഡിയോസിലേക്ക് കിടന്നാലോ? അപ്പോൾ അതിനു മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യണേ. നോക്കാം. ഫസ്റ്റ് നമ്മൾ കാണുന്നത് ഒരു പ്രൊഫൈലാണ്. പ്രൊഫൈൽ എന്ന് വെച്ചാൽ എന്താണ്? ഒരാളുടെ ഒരു വ്യക്തിയുടെ, ഒരു പ്രമുഖനായ ഒരു വ്യക്തിയുടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ടാവും. അയാളെക്കുറിച്ച്, അയാളുടെ പ്രൊഫൈൽ നമ്മൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പ്രൊഫൈൽ തന്നിരിക്കുന്നത് ഇതിൽ ആരുടെയാണ്? KR നാരായണൻ. KR നാരായണൻ ആരാണ്? ദ 10th പ്രസിഡന്റ് ഓഫ് ഇന്ത്യ യൂസിങ് ദ ഗിവൺ ഹിസ്. KR നാരായണൻ ആരാണ്? 10th പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ 10th പ്രസിഡൻ്റാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് എന്താണ്, ഒരു ഷോർട്ട് പ്രൊഫൈൽ എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര്, നെയിം, അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ നെയിം എന്താണ്? കോച്ചേരിൽ രാമൻ നാരായണൻ. അദ്ദേഹം ജനിച്ചത് എന്നാണ് 27 ഒക്ടോബർ 1920, ഉഴവൂർ, കേരള. കേരളത്തിലെ ഉഴവൂർ എന്ന സ്ഥലത്ത് 1920 ഒക്ടോബർ 27 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം എങ്ങനെയാണ് ഫേമസ് ആയത്? ഇന്ത്യാസ് വൈസ് പ്രസിഡന്റ് ഇൻ 1992. 1992 ഇന്ത്യയിലെ വൈസ് പ്രസിഡന്റാണ്. ഇന്ത്യാസ് പ്രസിഡന്റ് ഇൻ 1997. 1997 ഇന്ത്യൻ പ്രസിഡന്റാണ് അദ്ദേഹം. ഫസ്റ്റ് ഡയറി ടു ബിക്കം ഇന്ത്യൻ പ്രസിഡന്റ്. അദ്ദേഹം ഡെത്ത് ആയതെന്നാണ് 9th നവംബർ 2005. 2005 നവംബർ 9 അദ്ദേഹം മരണപ്പെട്ടത്. അപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു പോയി. അപ്പോൾ മക്കൾ എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ എഴുതുമ്പോൾ അദ്ദേഹത്തിന് വാസ് ചേർത്തിട്ട് വേണം എഴുതാൻ. വാസ്, WAS, വാസ്. കാരണം അദ്ദേഹം മരണപ്പെട്ടു പോയ വ്യക്തിയാണല്ലോ. അപ്പോൾ പാസ്റ്റ് ടെൻസിൽ വേണം നമ്മളത് എഴുതാൻ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഇത് ആരെക്കുറിച്ചാണ് എഴുതുന്നത്? KR നാരായണൻ എന്ന വ്യക്തിയെക്കുറിച്ചാണ് എഴുതുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് വലിയ ഹെഡിങ്ങിൽ എഴുതുക, KR നാരായണൻ. അദ്ദേഹം ജനിച്ചത് എന്നാണ്? 1920, മരണപ്പെട്ടത് 2005. അപ്പോൾ ബ്രാക്കറ്റിൽ തന്നെ 1920, 2005 എന്ന് എഴുതുക. ഇത് ഒരു ഹെഡിങ് പോലെ തന്നെ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇതെല്ലാം ചേർത്ത് എഴുതി വയ്ക്കാവുന്നതേ ഉള്ളൂ. ഇതെല്ലാം കൂടി ചേർത്ത്, വാസൊക്കെ ചേർത്ത് എഴുതി വയ്ക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു മോഡൽ ഞാൻ കാണിച്ചു തരാം. എങ്ങനെയാണ്? ആദ്യം തന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ പേര് എഴുതാം. KR നാരായണൻ. അദ്ദേഹം ആരായിരുന്നു? അത് ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്, ദ 10th പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നിങ്ങൾക്ക് എഴുതാനുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ എഴുതി വെച്ചാൽ മതി. മനസ്സിലായോ? അത് കറക്റ്റായിട്ട് എഴുതി വെച്ചാൽ മതി. അപ്പോൾ KR നാരായണൻ, ദ 10th പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അടുത്തത് എന്താണ്? വാസ് ബോൺ. അദ്ദേഹം മരണപ്പെട്ടു പോയ വ്യക്തി ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? വാസ് ചേർത്തു. വാസ് ബോൺ ഓൺ. അദ്ദേഹം ജനിച്ചത് എന്നാണ്? 27 ഒക്ടോബർ 1920. 27 ഒക്ടോബർ 1920. അതവിടെ തന്നിട്ടുണ്ട്. എവിടെയാണ് ജനിച്ചത്? അറ്റ്. സ്ഥലം പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്തി? അറ്റെന്ന് ചേർത്തു. സ്ഥലം പറഞ്ഞപ്പോൾ അവിടെ അറ്റെന്ന് ചേർത്തു. ഉഴവൂർ, കേരള, ഇൻ കേരള സ്റ്റേറ്റ്. മനസ്സിലായോ? ഉഴവൂർ ഇൻ കേരള എന്ന് എഴുതിയാലും മതി, അല്ലെങ്കിൽ ഉഴവൂർ, കേരള. ഇത് തന്നെ നിങ്ങൾ എഴുതിയാൽ മതി, അറ്റ് ഉഴവൂർ, കേരള. മനസ്സിലായല്ലോ? ബോൺ ഓൺ 27 ഒക്ടോബർ 1920. അറ്റ് സ്ഥലം പ്ലേസ് പറഞ്ഞപ്പോൾ അറ്റ് ഉഴവൂർ, കേരള. അത്ര എഴുതിയാൽ മതി. ഇനി വീണ്ടും അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്ത് ചേർക്കണം? ഹിസ്. വീണ്ടും KR നാരായണൻ എന്ന് വേണ്ട. ഇനി നിങ്ങൾക്ക് അത് എഴുതാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ എഴുതിക്കോ. KR നാരായണൻ ഫുൾ നെയിം വാസ്, അല്ലെങ്കിൽ ഹിസ്. അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം എന്നുള്ളത് നമ്മളിപ്പോൾ എന്ത് ചേർത്താൽ മതി? വീണ്ടും അദ്ദേഹത്തെക്കുറിച്ച് കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചേർത്താൽ മതി? അദ്ദേഹമാണതുകൊണ്ട് നമ്മൾ എന്ത് ചേർത്തു? ഹിസ് ചേർത്തു. ഹിസ് ഫുൾ നെയിം. അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം എന്താണ്? അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം എന്താണ്? കോച്ചേരിൽ രാമൻ നാരായണൻ. ഫുൾ നെയിം വാസ് കോച്ചേരിൽ രാമൻ നാരായണൻ. അതും അതിൽ തന്നെയുണ്ട്, കോച്ചേരിൽ രാമൻ നാരായണൻ എന്നുണ്ട്. പിന്നെ അടുത്തത് വീണ്ടും അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഹി വാസ് ഇലക്റ്റഡ്. പിന്നെ അദ്ദേഹം എങ്ങനെയൊക്കെയാണ് ഫേമസ് ആയെന്നുള്ളത് നമ്മൾ പറയുന്നത് എന്താണ്? ഹി വാസ് ഇലക്റ്റഡ്, അല്ലെങ്കിൽ ഹി വാസ് ഫേമസ് ഇൻ, എങ്ങനെയാണ്? ഇന്ത്യാസ് വൈസ് പ്രസിഡന്റ്. ഫേമസ് അല്ലെങ്കിൽ ഹി വാസ് ഇലക്റ്റഡ് ആസ് എന്താണ്? വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ ഫസ്റ്റ് ഡയറക്റ്റ് ബിക്കം ഇന്ത്യൻ പ്രസിഡന്റ്.
അതങ്ങനെ തന്നെ എടുത്ത് എഴുതുക. ഹി വാസ് ഇലക്റ്റഡ് ആസ് വൈസ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ഇൻ 1992 ആൻഡ് ഇൻ 1997 ആറ്റ് ബിക്കം ദ ഫസ്റ്റ് ഡയൽ ടു ബിക്കം ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. ഇത്രയും കാര്യങ്ങൾ ഇതിൽ തന്നെയുണ്ട്. ഇത്രയും കാര്യങ്ങൾ എടുത്തെടുത്ത് അങ്ങനെ തന്നെ എഴുതുക. പിന്നെ അദ്ദേഹം മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയണം? ഡെത്ത് എന്ന് പറയാൻ പറ്റില്ല, ഡൈഡ്. എന്താണ്? ഡൈഡ്. ഡെത്തിന് പകരം നമ്മളോട് എന്താക്കണം? ഡൈഡ്. അദ്ദേഹം മരണപ്പെട്ടത് ഓൺ എന്നാണ്? 9 നവംബർ 2005. നവംബർ 9, 2005 നവംബർ 9 മരണപ്പെട്ടു. അപ്പോൾ ഈ ഓണും വാസും അറ്റും ഹിസും ഒക്കെ ചേർത്തിട്ട്, ഇനി പെണ്ണാണെങ്കിൽ ഹെറൊക്കെ ചേർത്തിട്ട് നിങ്ങൾ എഴുതുക. ബാക്കിയൊക്കെ ഇതേപോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. മരണപ്പെട്ട വ്യക്തിയാണെങ്കിൽ വാസ് ചേർക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഹിസ് ചേർത്ത് തന്നെ എഴുതുക. ഓക്കെ മക്കളെ. ആക്ടിവിറ്റി 2 നോക്കൂ. ലിസൺ ആൻഡ് ആൻസർ. നമുക്ക് നോക്കാം. Once a beast fell in love with the Princess Beauty, but Beauty could not love him because he looked ugly. The pain of this feeling made the beast weaker and weaker. At last, he was on the verge of death. Beauty, finding him on the deathbed, felt pity on him, and she burst into tears. A drop of tear fell on the beast's face, and that was enough to work a miracle. Suddenly the beast changed into handsome young man. He jumped out of the bird. Beauty was surprised to see handsome young man, and she embraced him. അപ്പോൾ എന്താണ് മക്കളെ ഈ സ്റ്റോറിയിൽ പറയുന്നത്? നമുക്ക് നോക്കാം എന്താണ്. വൺസ് എ ബീസ്റ്റ് ഫെൽ ഇൻ ലവ് വിത്ത് പ്രിൻസസ് ബ്യൂട്ടി. പ്രിൻസസ് ബ്യൂട്ടി, അതായത് രാജകുമാരി ബ്യൂട്ടി എന്ന രാജകുമാരിയെ വളരെയധികം ആര് സ്നേഹിച്ചിരുന്നു? ബീസ്റ്റ് എന്ന് പറഞ്ഞൊരു മൃഗമാണ് കേട്ടോ. അത് വളരെയധികം സ്നേഹിച്ചിരുന്നു. ബട്ട് ബ്യൂട്ടി കുഡ് നോട്ട് ലവ് ഹിം ബിക്കോസ് ഹീ ലുക്ക്ഡ് അഗ്ലി. പക്ഷെ ബ്യൂട്ടിക്ക് അവന് എന്താണ് ഇഷ്ടമായിരുന്നില്ല. കാരണം എന്താ? അവൻ വളരെ അഗ്ലി ആയിട്ട്, വളരെ കാണാൻ ഭംഗിയൊന്നുമില്ലാതെ അഗ്ലി ആയിട്ടാണ് അവൻ ഇരുന്നത്. ദ പെയിൻ ഓഫ് ദിസ് ഫീലിംഗ് മെയ്ഡ് ദ ബീസ്റ്റ് വീക്കർ ആൻഡ് വീക്കർ. അപ്പോൾ ഈ രാജകുമാരി അവന് ഇഷ്ടപ്പെടാത്തത് കാരണം അവനത് വിഷമം കൊണ്ട് അവൻ ഓരോ ദിവസം ചെല്ലുന്തോറും വീക്കായി വന്നു. അവന് ആ സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അറ്റ് ലാസ്റ്റ് ഹി വാസ് ഓൺ ദ വേർജ് ഓഫ് ഡെത്ത്. അവസാനം അവൻ എന്തായി? മരണത്തിന് കീഴടങ്ങി. ബ്യൂട്ടി ഫൈൻഡിങ് ഹിം ഓൺ ദ ഡെത്ത് ബെഡ് ഫെൽറ്റ് പിറ്റി ഓൺ ഹിം ആൻഡ് ഷീ ബേസ്റ്റ് ഇൻ ടു ടീയേഴ്സ്. ബ്യൂട്ടി എന്താണ്, അവൻ മരിച്ചു കിടക്കുന്നത് അവൾ കണ്ടു. അത് കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കരധികം സങ്കടവും വിഷമവും ഒക്കെ തോന്നി. എ ഡ്രോപ്പ് ഓഫ് ടീയർ, അവൾ കരയാൻ വേണ്ടിയിട്ട് തുടങ്ങി. എ ഡ്രോപ്പ് ഓഫ് ടീയർ ഫെൽ ഓൺ ദ ബീസ്റ്റ് ഫേസ്. പെട്ടെന്ന് തന്നെ അവളുടെ ഒരു തുള്ളി കണ്ണുനീര് ബീസ്റ്റിൻ്റെ ഫേസിൽ വീണു. ആൻഡ് ദാറ്റ് വാസ് ഇനഫ് ടു വർക്ക് എ മിറാക്കിൾ. പെട്ടെന്ന് തന്നെ അവിടെ എന്ത് സംഭവിച്ചു? ഒരത്ഭുതം സംഭവിക്കുകയാണ്. സഡൻലി ദ ബീസ്റ്റ് ചേഞ്ച്ഡ് ഇൻ ടു ഹാൻസം യങ് മാൻ. പെട്ടെന്ന് തന്നെ ആ ബീസ്റ്റ് എന്തായി മാറി? ഒരു യങ് മാൻ, നല്ല സുന്ദരനായ ഒരു ചെറുപ്പക്കാരനായിട്ട് മാറി. ഹി ജംപ്ഡ് ഔട്ട് ഓഫ് ദ ബെഡ്. അവൻ വേഗം ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റു. ബ്യൂട്ടി വാസ് സർപ്രൈസ്ഡ് ടു സീ ഹാൻസം യങ് മാൻ ആൻഡ് ഷീ എംബ്രേസ്ഡ് ഹിം. ആ ബ്യൂട്ടി പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു? ഈ യങ് മാനെ കണ്ടതോട്, ഈ സുന്ദരനായ ചെറുപ്പക്കാരനെ കണ്ടതോടുകൂടി അവൾ വളരെയധികം പെട്ടെന്ന് സർപ്രൈസായി. ആൻഡ് ഷീ എംബ്രേസ്ഡ് ഹിം. അവൾ അവനെ കെട്ടി പിടിച്ചു. ഇത്രയാണ് അതിലുള്ളത്. ഇനി നമ്മൾ ഈ താഴെ വായിച്ച് നോക്കിയിട്ട് ശരിയായ ഇതിന് ആൻസർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എൽ ഡാഷ് ലവ് ദ പ്രിൻസസ്. പ്രിൻസസിനെ സ്നേഹിച്ചത് ആരാണ്? ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബീസ്റ്റ് ഫെൽ ഇൻ ലവ് വിത്ത് പ്രിൻസസ്. അപ്പോൾ ആരെ സ്നേഹിച്ചത്? ബീസ്റ്റാണ്. യങ്മാനും പ്രിൻസും കിങ്ങും ഒന്നല്ല. ആരെ സ്നേഹിച്ചത്? ബീസ്റ്റാണ്. വാട്ട് വാസ് ദ നെയിം ഓഫ് പ്രിൻസസ്? പ്രിൻസസിൻ്റെ പേരെന്താണ്? പ്രിൻസസ് ബ്യൂട്ടി അല്ലേ? പ്രിൻസസ് ബ്യൂട്ടി. അപ്പോൾ അതാണ് ശരിയായ ആൻസർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ദ പ്രിൻസസ് കുഡ് നോട്ട് ലവ് ദ ബീസ്റ്റ് ബിക്കോസ് ഹീ ലുക്ക്ഡ്. എന്തുകൊണ്ടാണ് പ്രിൻസസിനെ അവന് ഇഷ്ടപ്പെടാതിരുന്നേ? പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ബിക്കോസ് ഹീ ലുക്ക്ഡ് അഗ്ലി. അവൻ വളരെ അഗ്ലി ആയിട്ടാണ് ഇരുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ. ബ്യൂട്ടിയസ് ടീയേഴ്സ് ചേഞ്ച്ഡ് ദ ബീസ്റ്റ് ഇൻ ടു. ബ്യൂട്ടിയുടെ കണ്ണുനീര് അവൻ എന്താക്കിയിട്ടാണ് മാറ്റിയത്? ചേഞ്ച്ഡ് ഇൻ ടു ഹാൻസം യങ് മാൻ. എന്താണ്? ഹാൻസം യങ് മാൻ. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. സിങ് ദ ഹാൻസം യങ് മാൻ ബ്യൂട്ടി. ഹാൻസം യങ് മാൻ, നല്ല ഭംഗിയുള്ള ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ ബ്യൂട്ടി എന്താ ചെയ്തേ? ഷീ എംബ്രേസ്ഡ് ഹിം. അവനെ ആശ്ലേഷിച്ചു, കെട്ടിപ്പിടിച്ചു. എംബ്രേസ്ഡ് ഹിം. ക്ലിയർ ആയോ? അപ്പോൾ ഇതൊക്കെയാണ് ഈ പാരഗ്രാഫ്. നന്നായി ലിസൺ ചെയ്ത് വായിച്ച് റീഡ് ചെയ്തിട്ട് നിങ്ങൾ എന്താണ് ഓരോ ക്വസ്റ്റിനും ആൻസർ ആ പാരഗ്രാഫിൽ തന്നെ ഉണ്ടാവും. അത് നോക്കി എടുത്തെഴുതിയാൽ മതി.
ആക്ടിവിറ്റി 3 ഒരു സ്ക്രോളിംഗ് ന്യൂസാണ് താഴെ തന്നിരിക്കുന്നത്. നോക്കൂ, സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ അവാർഡ് സെറിമണി. MLA ഗീവ് അവാർഡ് ടു ദ വിന്നേഴ്സ് ഓഫ് യൂത്ത് ഫെസ്റ്റിവൽ ഓൺ 20th January 2025 അറ്റ് സ്കൂൾ ഓഡിറ്റോറിയം മൺഡേ 10 AM. ഓൾ ആർ ഇൻവൈറ്റഡ്. ഹെഡ് മാസ്റ്റർ ഗവൺമെൻറ് LPS കണ്ണൂർ. ഇവിടെ എന്ത് തന്നിരിക്കുന്നത്? ഒരു അനൗൺസ്മെൻ്റ് ആണ് തന്നിരിക്കുന്നത്. ഒരു പ്രോഗ്രാമിൻ്റെ അനൗൺസ്മെൻ്റ് ആണ് തന്നിരിക്കുന്നത്. അവാർഡ് സെറിമണിയാണ്. യൂത്ത് ഫെസ്റ്റിവലിന് വിന്നറായിട്ടുള്ളവർക്ക് എന്ത് കൊടുക്കുകയാണ്? അവാർഡ് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു നിങ്ങൾ തയ്യാറാക്കേണ്ടത് ഒരു സ്ക്രോളിംഗ് ന്യൂസാണ്. അങ്ങനെ ന്യൂസ് സ്ക്രോൾ ചെയ്യുന്ന ഒരു ന്യൂസാണ് നിങ്ങൾ ഉണ്ടാക്കുക. സ്ക്രോളിംഗ് ന്യൂസ് ഉണ്ടാക്കാനാണ് പറയുന്നത്. ടു അനൗൺസ് ദ പ്രോഗ്രാം. ഈ പ്രോഗ്രാമിനെ അനൗൺസ് ചെയ്തിട്ടൊരു സ്ക്രോളിംഗ് ന്യൂസ്. നിങ്ങൾക്ക് ഇത് തന്നെയായിട്ട് ഇങ്ങനെ എടുത്ത് എഴുതി വെച്ചാൽ മതി. അത് എഴുതുമ്പോൾ ജസ്റ്റ് എന്താണ് അവാർഡ് സെറിമണി എവിടെയാണ് നടക്കുന്നത്? ഗവൺമെൻറ് LPS കണ്ണൂർ. അതും കൂടെ വേണമെങ്കിൽ എഴുതാം. ഗവൺമെൻറ് LPS കണ്ണൂർ അവാർഡ് സെറിമണി ഗവൺമെൻറ് LPS കണ്ണൂർ. ഇനി നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ എഴുതുക ഗവൺമെൻറ് LPS കണ്ണൂർ. എങ്ങനെ എഴുതുക നോക്കൂ. ഗവൺമെൻറ് ഇവിടെ സ്കൂളിൻ്റെ പേര് തന്നിട്ടുണ്ടാവും അല്ലേ? ഗവൺമെൻറ് LPS കണ്ണൂർ ഈസ് എന്താണ് സെലിബ്രേറ്റിംഗ് ആൻഡ് അവാർഡ് ഇവിടെയൊക്കെ ഉണ്ട്. അവാർഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് സെറിമണി ഓൺ എന്നാണ് 20 January 2024 at 10 AM. എത്ര മണിക്കാണ്? മൺഡേ 10 AM എന്ന് തന്നിട്ടുണ്ട്. ഇത് അങ്ങനെ തന്നെ എടുത്ത് എഴുതിയാൽ മതി. ഇൻ ദ സ്കൂൾ എവിടെ നടക്കുന്നത്? ഇൻ ദ സ്കൂൾ ഓഡിറ്റോറിയം എവിടെയാണ്? അല്ലെങ്കിൽ അറ്റ് സ്കൂൾ ഓഡിറ്റോറിയം. ആരാണ് ഇനി ഇത് കൊടുക്കുന്നത്? MLA അല്ലേ? ദ MLA വിൽ ഡിസ്ട്രിബ്യൂട്ട് ദ അവാർഡ് ടു ദ വിന്നർ അറ്റ് ഡിസ്ട്രിക്ട് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ. ഓൾ ആർ ഇൻവൈറ്റഡ്. വിന്നർ ഓഫ് ദ ഡിസ്ട്രിക്ട് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ അവാർഡ് കിട്ടിയവരെ MLA ആദരിക്കുകയാണ്. അപ്പോൾ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നു എന്നും പറഞ്ഞ് ഒരു സ്ക്രോളിംഗ് ന്യൂസ് ഉണ്ടാക്കുക. ഇത് തന്നെ നിങ്ങൾ കുറച്ച് ചേഞ്ചസുകൾ വരുത്തി എടുത്ത് എഴുതിയാൽ മതി. ഇനി ആക്ടിവിറ്റി 4 നോക്കുക. ഒരു കോൺവെർസേഷൻ തയ്യാറാക്കാനാണ് പറഞ്ഞത്. ദ ക്യാപ്റ്റൻ സ്റ്റേർഡ് ദ ഷിപ്പ് ആൻഡ് ആങ്കേർഡ് ഈസ് സേഫ്ലി. The captain thanked Ivan. Complete the likely conversation between the captain and Ivan. ക്യാപ്റ്റനും ഇവാനും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ് അല്ലേ? സേഫായിട്ട് അവരെന്ത് ചെയ്തു? ഷിപ്പ് ഓക്കെ ആയില്ലേ? അപ്പോൾ അവർ ഇവാനും ക്യാപ്റ്റനും തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞത് രക്ഷപ്പെട്ട ശേഷം. അപ്പോൾ ക്യാപ്റ്റൻ എന്തായിരിക്കും പറയുക? യു സേവ്ഡ് അവർ ലൈഫ്സ്, താങ്ക് യു. ക്യാപ്റ്റൻ ഇവാനോട് പറയുകയാണ് എന്ത്? നീ ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചതിന് നിനക്ക് നന്ദി എന്ന് പറയണം. അപ്പോൾ ഇവാൻ എന്താണ്? നന്ദി സ്വീകരിക്കുകയാണ്, വെൽക്കം. അപ്പോൾ ക്യാപ്റ്റൻ ചോദിക്കുകയാണ് ഹൗ ഡിഡ് യു നോ അബൌട്ട് ദ സ്റ്റോം? ആ ചുഴലിക്കാറ്റിനെ കുറിച്ച് നിനക്ക് എങ്ങനെയാണ് അറിഞ്ഞത്? നീ എങ്ങനെയാണ് അറിഞ്ഞത്? അപ്പോൾ ഇവൻ പറയണം ഐ ഹേർഡ് ദ ക്രെയിൻസ് പ്രഡിക്റ്റിംഗ് സ്റ്റോം. ഞാൻ കേട്ടത് എങ്ങനെയാണ്? ക്രെയിൻസ് തമ്മിലുള്ള സംസാരത്തിൽ നിന്നാണ്. സ്റ്റോമിനെ കുറിച്ചുള്ള പ്രഡിക്റ്റിങ്ങിൽ നിന്നാണ് ഞാനത് അറിഞ്ഞത്. അപ്പോൾ ക്യാപ്റ്റനോട് വണ്ടർഫുൾ, ഡു യു നോ ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്? അപ്പോൾ ചോദിക്കുകയാണ് നിനക്ക് ബേർഡ്സിൻ്റെ എന്താണ് ലാംഗ്വേജ് അറിയോ? പക്ഷികളുടെ ഭാഷ നിനക്ക് അറിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്താ പറയുന്നത്? ഇവൻ പറഞ്ഞു യെസ് ക്യാപ്റ്റൻ, എനിക്കറിയാം, പക്ഷികളുടെ ഭാഷ എനിക്ക് അറിയാം. അപ്പോൾ ക്യാപ്റ്റൻ ചോദിക്കണം ഹു തോട്ട് യു ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്? നിന്നെ ആരാണ് പക്ഷികളുടെ ഭാഷ പഠിപ്പിച്ചതെന്ന് ചോദിക്കാം. അപ്പോൾ ഇവൻ പറയാണ് എ മദർ ബേർഡ്, ഒരു മദർ ബേർഡാണ്. അപ്പോൾ ഇവാൻ മുമ്പേ തന്നെ എന്തറിഞ്ഞു? സ്റ്റോമിനെ കുറിച്ച്, അതായത് ചുഴലിക്കാറ്റുണ്ടാവുന്നതിനെ കുറിച്ച് ഇവാൻ ഈ പക്ഷികളിൽ നിന്ന് കേട്ടിരുന്നു അല്ലേ? അത് വച്ചിട്ടാണ് എന്ത് ചെയ്തത്? ഇവാൻ അവരെ രക്ഷിച്ചത്. അപ്പോൾ ഇങ്ങനെ കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആക്ടിവിറ്റി 5 റീഡ് ആൻഡ് റൈറ്റ്. വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സ്കൂൾ വെജിറ്റബിൾ ഗാർഡൻ ആണ്. ഒരു പിക്ചർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് ഡയലോഗ്സ്. ആൻസർ ദ ക്വസ്റ്റ്യൻ ബിലോ. ഇവിടെ കുറച്ച് ഡയലോഗ്സ് പറയുന്നുണ്ട്. അവർ ഗാർഡൻ ഹാസ് ഓൺലി സ്പിനാച്ച്, പപ്പായ ആൻഡ് ചില്ലീസ്. ഞങ്ങളുടെ ഗാർഡനിൽ എന്ത് മാത്രമേ ഉള്ളൂ? സ്പിനാച്ച്, പപ്പായ, ചില്ലി മാത്രമേ ഉള്ളൂ. ട്രൈ ടു ഇൻക്ലൂഡ് വെറൈറ്റി ഓഫ് ക്രോപ്സ് ഇൻ ടു യുവർ ഗാർഡൻ. അപ്പോൾ കിളി എന്താ പറയുന്നത്? നിങ്ങളുടെ ഗാർഡനിൽ വെറൈറ്റി ടൈപ്പ് ഓഫ് ക്രോപ്സും കൂടെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉൾപ്പെടുത്തുക, വേറെയും വിത്തുകൾ നടുക എന്ന് പറയുകയാണ്. അപ്പോൾ ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. താഴെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്തുക. ദ പിക്ചർ ഷോസ് ദ ഇമ്പോർട്ടൻസ് ഓഫ്. ഈ പിക്ചർ എന്തിനെക്കുറിച്ചാണ് കാണിക്കുന്നത്? ഇമ്പോർട്ടൻസ് ഓഫ് പ്ലേയിങ്, ഫാമിംഗ്, ഹെൽത്തി ഹാബിറ്റ്, എക്സസൈസ്. ഇത് എന്തിനെക്കുറിച്ചാണ് കാണിക്കുന്നത്? ഫാമിംഗ്, കൃഷി ചെയ്യുന്നതിനെ കുറിച്ചാണ് അല്ലേ? അപ്പോൾ ഫാമിങ്ങിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണത് പറയുന്നത്.
സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ ചിൽഡ്രൻ ആർ വർക്കിംഗ് ഇൻ, ചിൽഡ്രൻ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? എവിടെയാണ്? അതവിടെ പറഞ്ഞിട്ടുണ്ട്, സ്കൂൾ വെജിറ്റബിൾ ഗാർഡൻ അല്ലേ? അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ എവിടെയാണ് കുട്ടികൾ ചെയ്യുന്നത്? വെജിറ്റബിൾ ഗാർഡൻ. സ്കൂൾ ഗ്രൗണ്ട് എന്ന് എഴുതരുത്, ഗ്രൗണ്ടിലല്ല, എവിടെയാണ്? ഇതവിടെ കൊടുത്തിട്ടുണ്ട്, സ്കൂൾ വെജിറ്റബിൾ ഗാർഡൻ. സ്കൂളിൽ നിന്ന് കാണുമ്പോൾ തന്നെ സ്കൂൾ ഗ്രൗണ്ട് എഴുതരുത്, എവിടെയാണ്? വെജിറ്റബിൾ ഗാർഡനിലാണ് കുട്ടികൾ ചെയ്യുന്നത്. ദ പാരറ്റ് സെഡ് ട്രൈ ടു ഇൻക്ലൂഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാഷ് ഇൻ ദ ഗാർഡൻ. എന്താ പറയുന്നത്? പക്ഷി എന്താ പറയുന്നത്? ട്രൈ ടു ഇൻക്ലൂഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ്, എന്താണ്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ വെറൈറ്റി ഓഫ് ക്രോപ്സ് ഇൻ ടു യുവർ ഗാർഡൻ. നിങ്ങളുടെ കൃഷിയിൽ പലതരം വിത്തുകളും കൂടി അല്ലെങ്കിൽ പലതരം ക്രോപ്സും കൂടി ഉൾപ്പെടുത്താനാണ് പറയുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രോപ്സ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ദ വെജിറ്റബിൾ ദാറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ഇൻ വെജിറ്റബിൾ ഗാർഡൻ. എന്താണ് പറയുന്നത്? ദ വെജിറ്റബിൾ ദാറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ഇൻ വെജിറ്റബിൾ ഗാർഡനിൽ ഉൾപ്പെടുത്താത്തതാണ് സ്പിനാച്ച്. ചീരയാണോ, പൾസസ് ആണോ, പപ്പായ ആണോ, ചില്ലീസ് ആണോ? ഏതിലാണ് ഉൾപ്പെടുത്താത്തത്? പൾസസ് അല്ലേ? ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാണ്? സ്പിനാച്ച്, പപ്പായ, ചില്ലിന്ന്. പിന്നെ അതില്ലാത്ത ആളാരാണ്? പൾസസ് ആണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഓൾ ഐറ്റംസ് ആർ ഓൾറെഡി ഗ്രോൺ ഇൻ ദ സ്കൂൾ വെജിറ്റബിൾ ഗാർഡൻ. ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഇവിടെ ഉള്ളത് ഏതൊക്കെയാണ്? മുകളിലത്തെ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് എഴുതാം. ഇപ്പോൾ ഗാർഡനിലുള്ളത് ഏതൊക്കെയാണ്? സ്പിനാച്ച്, പപ്പായ, ചില്ലീസ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് നോക്കിയിട്ട് ആൻസറുകൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഇങ്ങനത്തെ തന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണ് തന്നിരിക്കുന്നത് അത് ശ്രദ്ധിച്ച് നോക്കി അതിൽ നിന്ന് തന്നെ നിങ്ങൾ ആൻസേഴ്സ് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ആക്ടിവിറ്റി 6 നോക്കൂ. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്, റൈറ്റ് ദ ഇവൻറ്റ്സ് ഇൻ യുവർ ഓൺ വേർഡ്സ്. നിങ്ങളുടെ സ്വന്തം വാക്കുകളിൽ താഴെ കൊടുത്തിരിക്കുന്ന പിക്ചറുകൾ എന്തൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ പിക്ചറിൽ എന്താ കാണുന്നത്? ഒരു കുട്ടിയും അച്ഛനും കൂടി അല്ലെങ്കിൽ ഒരു മനുഷ്യനൊരു കുട്ടിയും കൂടി എന്ത് ചെയ്യാണ്? റിവറിൽ നിന്ന് ഫിഷിനെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അല്ലേ? നെറ്റ് ഉപയോഗിച്ച് ഫിഷിനെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, എ മാൻ ആൻഡ് ഹിസ് സൺ. ഒരാളും അയാളുടെ മകനും, ഹിസ് സൺ catch a small fish from river. റിവറിൽ നിന്ന് ഫിഷിനെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇനി എന്താ സംഭവിക്കുന്നത്? അവർ ഫിഷിനെ പിടിച്ചു അല്ലേ? ഫിഷിനെ പിടിച്ചിട്ട് എന്താ സംഭവിക്കുന്നത്? അവരെന്ത് ചെയ്യാൻ ശ്രമിക്കുകയാണ്? കട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. കട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കുട്ടി എന്ത് ചെയ്യാണ്? കരയാണ് അല്ലേ? അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, ഹി ബിഗിൻസ് ടു കട്ട് ദ ഫിഷ്. അച്ഛൻ എന്ത് ചെയ്യാണ്? ഫിഷിനെ കട്ട് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ കുട്ടി എന്താ ചെയ്യണേ? ദെൻ ദ ബോയ് ഫീൽസ് സാഡ് അല്ലെങ്കിൽ ക്രൈഡ്. ദെൻ ദ ബോയ് ഫീൽസ് സാഡ്. അവന് ഭയങ്കര സങ്കടം ആയി. പിന്നെ എന്താ സംഭവിക്കുന്നത്? മൂന്നാമത്, അവർ ആ മീനിനെ തിരിച്ചു കൊണ്ടുപോയി വെള്ളത്തിലേക്ക് തന്നെ വിട്ടു അല്ലേ? അപ്പം മകൻ്റെ സങ്കടം കണ്ടിട്ട് അച്ഛൻ എന്ത് ചെയ്യാണ്? അതിനെ തിരിച്ച് വെള്ളത്തിലേക്ക് കൊണ്ടുവിടണം. ദേ ലീവ് ദ ഫിഷ് ബാക്ക് ഇൻ ടു ദ റിവർ അല്ലേ? വെള്ളത്തിലേക്ക് കൊണ്ടുപോയി ഇടുകയാണ്. പിന്നെന്താ സംഭവിക്കുന്നത്? ആ ഒരു ബിഗ് ഫിഷ് വന്നിട്ട്, വലിയ ഫിഷ് വന്നിട്ട് എന്ത് ചെയ്യുന്നു? സ്മോൾ ഫിഷിനെ തിന്നുന്നു അല്ലേ? ദെൻ എ ബിഗ് ഫിഷ് swallows the small fish. ചെറിയ ഫിഷിനെ പിടിച്ച് തിന്നുന്നു. അപ്പോൾ നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ട ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് കാണിച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മക്കൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ അഗെയിൻ. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്.